കാത്തു സൂക്ഷിച്ചൊരു കത്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി, മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി. പോലീസിന് ഇതേപോലെ ചെറുപ്പക്കാരെ തല്ലാൻ ആരാണ് നിർദ്ദേശം നൽകിയത്? അടിക്കുന്ന വടി പിടിച്ചുകൊണ്ടിരിക്കുന്നവന്റെയും മക്കൾക്ക് ഈ ആനുകൂല്യം കിട്ടുമ്പോൾ തൊട്ടി നുണയേണ്ടവനാണ് ഈ അടിക്കുന്നവരെന്ന് അടിക്കുന്നവർ ഓർക്കുന്നുണ്ട്. ജനകീയതയുടെ മുഖമുദ്രയായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വേരുകൾ ജനഹൃദയങ്ങളിലേക്ക് ആഴത്തിലിറക്കുവാൻ ചരടുവലിച്ച നേതാക്കളിൽ ഇന്നുവരെ ജീവിച്ചിരുന്ന ഏക നേതാവെന്ന വിശേഷണം 102-ാം വയസ്സിലും ഒരേ ഒരു നേതാവിന്റെ മാത്രം സ്വന്തമായിരുന്നു. സഖാവ് VS അച്യുതാനന്ദൻ എന്ന ഒറ്റയാന് മാത്രം സ്വന്തം. ഒടുവിൽ 2025 ജൂലൈ 21 നനഞ്ഞ പകലിന്റെ ഒടുക്കം അദ്ദേഹം തന്റെ വിപ്ലവ വേഷങ്ങൾ അഴിച്ചുവെച്ച് അരങ്ങൊഴിയുമ്പോൾ മായുന്നത് ഒരു കാലത്തെ ജനതയുടെ വിശ്വാസങ്ങൾ കൂടിയാണ്. ജനകീയനായ മുഖ്യമന്ത്രി, പ്രായം തളർത്താത്ത പോരാളി, കാലത്തെ അതിജീവിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ്, വിശേഷണങ്ങൾ ഏറെയുള്ള നേതാവ്, പാർട്ടിക്കകത്തും പുറത്തുമായി തന്റെ നിലപാടുകളിൽ ഉറച്ചുനിന്ന് കൊടുങ്കാറ്റുകൾ സൃഷ്ടിച്ച ആ നേതാവ് അല്ല. സഖാവ് ഓർമ്മയാകുമ്പോൾ അത് കുറിച്ചു വെക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഒരു സമര കാലഘട്ടത്തിന്റെ അവസാനത്തെ കൂടിയാണ്. തനിക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ തന്റെ പാർട്ടിക്കുള്ളിലാണെങ്കിൽ കൂടിയും പരസ്യമായി വെല്ലുവിളിച്ച സഖാവ്, TP ചന്ദ്രശേഖരൻ വധക്കേസിലും ലൈംഗികാരോപണം നേരിട്ട PK ശശിക്കെതിരെ സ്വീകരിച്ച നടപടിയിലും പാർട്ടിക്ക് തന്നെ തലവേദന സൃഷ്ടിച്ച നേതാവ്, പാർട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ധിക്കാരി, പാർട്ടി വിലക്കുകളെ തച്ചുടച്ച ബെർലിൻ കുഞ്ഞനന്ദൻ നായരെ സന്ദർശിച്ചതും മൂന്നാറിലെ കയ്യേറ്റങ്ങൾക്കെതിരെ JCB വിപ്ലവം നടത്തിയതും ആർക്കു മുന്നിലും വഴങ്ങാത്ത മനസ്സുള്ള ജനകീയന്റെ ധിക്കാരം തന്നെയായിരുന്നു. പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെട്ട അവസരങ്ങളിലെല്ലാം തന്നെ പൊതുസമൂഹത്തിനു മുന്നിൽ VS സ്വീകാര്യനാകാൻ കാരണവും അദ്ദേഹത്തിന്റെ ഈ ചങ്കൂറ്റം ഒന്നു മാത്രമാണ് എന്നത് മറക്കാൻ സാധിക്കുന്ന ഒന്നല്ല. VSന്റെ ഈ ചങ്കൂറ്റം അദ്ദേഹത്തിന് അധികാരം നൽകിയ ധൈര്യമല്ല. കാരണം പണ്ട് തിരുവിതാംകൂറിലെ കർഷക തൊഴിലാളികൾ ജന്മിമാർക്ക് വേണ്ടി വയലുകളിൽ ചോര നീരാക്കുമ്പോൾ അവർക്ക് കിട്ടിയിരുന്ന കൂലി വിശപ്പ് മാറ്റുവാൻ വേണ്ടി മാത്രം ലഭിക്കുന്ന 2 ഇടങ്ങഴി നെല്ലായിരുന്നു. ആ നെല്ലിന്റെ അളവിൽ വരെ കള്ളം കാണിച്ച് ആ പാവങ്ങളെ വഞ്ചിക്കുന്ന ജന്മിമാരായിരുന്നു ഇതിൽ ഏറിയ പങ്കും. ഇങ്ങനെ പ്രാഥമിക വിദ്യാഭ്യാസം പോലുമില്ലാത്ത ചൂഷണം നേരിട്ടുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് P കൃഷ്ണപിള്ളയുടെ നിർദ്ദേശങ്ങളുമായി ആ മുഴുപട്ടിണിക്കാരൻ ചെറുപ്പക്കാരൻ നടന്നിറങ്ങിയത്. ഉടുക്കാൻ ഒരു ജോഡി തുണി മാത്രമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. പുഴയിൽ കുളിക്കുമ്പോൾ അത് കഴുകി ഉണക്കാനിടും. തുണി ഉണങ്ങുന്നത് വരെ പുഴയിൽ കിടക്കുകയല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെയുള്ള അയാൾ ആ ചെറുപ്രായത്തിൽ കുട്ടനാട്ട കർഷകരെ സംഘടിപ്പിക്കുവാൻ ഇറങ്ങി. ചെയ്യുന്ന തൊഴിലിന്റെ കൂലി ഇതല്ലെന്നും ജന്മി നിങ്ങളെ ചൂഷണം ചെയ്യുകയാണെന്നും ആ സമൂഹത്തെ പറഞ്ഞു മനസ്സിലാക്കാൻ അയാളും കൂട്ടരും നന്നേ പണിപ്പെട്ടു. തമ്പ്രാനെയും തങ്ങളെയും തമ്മിൽ തെറ്റിക്കാൻ വന്ന ഒരുവൻ എന്ന രീതിയിലായിരുന്നു ഇവരിൽ പലരും അയാളെ നോക്കിക്കണ്ടത്. ചെയ്യുന്ന തൊഴിലിന്റെ കൂലി ന്യായമായ അവകാശമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ അയാൾക്ക് സമയം ചിലവഴിച്ച് പരിശ്രമിക്കേണ്ടി വന്നു, ശകാരങ്ങൾ കേൾക്കേണ്ടി വന്നു. പിന്നീട് അയാൾ പറഞ്ഞു ബോധ്യപ്പെടുത്തിയ ആശയങ്ങൾക്കും ആ ചെങ്കൊടിക്കും പിന്നിൽ അവർ അണിനിരന്നു. അർഹമായ കൂലിക്കായി തലയുയർത്തിയവർ പോരാടി, അവകാശങ്ങൾ പിടിച്ചു വാങ്ങി. ക്വിറ്റ് ഇന്ത്യ സമരത്തിനു ശേഷം ബ്രിട്ടീഷുകാർ രാജ്യത്താകമാനം സൃഷ്ടിച്ച കൃത്രിമ ഭക്ഷ്യക്ഷാമമെന്ന് തിരുവിതാംകൂറിനെയും ബാധിച്ച കാലം. ദിവാനും സാക്ഷാൽ തിരുവിതാംകൂർ രാജാവും ജന്മിമാരുമെല്ലാം ഒറ്റക്കെട്ടായി ബ്രിട്ടീഷുകാർക്കൊപ്പം കൂടി. നാട്ടിൽ ആയിരക്കണക്കിന് ജനങ്ങൾ പട്ടിണി കിടന്നു മരിച്ചു. കർഷകർക്കും പാവപ്പെട്ടവർക്കും ഒപ്പം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ മേലെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി. അന്ന് രാജാവിനെതിരെ സംസാരിച്ച ആ ചെറുപ്പക്കാരനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ എത്തിച്ചു. അവിടെ അയാൾക്ക് നേരിടേണ്ടി വന്നത് കൊടിയ മർദ്ദനവും പീഡനങ്ങളുമായിരുന്നു. വയലാറിൽ തന്റെ 100 കണക്കിന് പ്രജകൾ പട്ടാളത്തിന്റെ തോക്കിൻമുലയിൽ മരിച്ചു വീഴുമ്പോൾ സർ CP കാത്തു സൂക്ഷിച്ച ദന്തഗോപുരത്തിൽ മഹാരാജാവ് മദ്രാസ് ഗവർണർക്ക് വിരുന്ന് നൽകി സന്തോഷിക്കുകയായിരുന്നുവെന്ന് മനു S പിള്ളയുടെ ഐവറി ത്രോൺ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. തിരുവിതാംകൂറിലെ കർഷക സമരങ്ങൾ ഇന്നീ കാണുന്ന കേരളത്തിന്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ഉന്നമനത്തിനെല്ലാം വളം നൽകി എന്നത് യാഥാർത്ഥ്യമാണ്. അത് വിസ്മരിക്കാൻ ആവുന്നതുമല്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പുന്നപ്ര വയലാർ സമരങ്ങൾ കർഷക പ്രക്ഷോഭം മാത്രമായി കണ്ടുപോകേണ്ട ഒന്നുമല്ല. പുന്നപ്ര വയലാർ സമരങ്ങളുടെ തുടർച്ചയെന്നോണം നടന്ന സമരങ്ങളാണ് കയ്യൂരും കരിവെള്ളൂരും മോറാഴയും ശൂരനാടും തില്ലങ്കേരിയും എന്നിവിടങ്ങളിലെല്ലാം അലയടിച്ചത്. അവിടെയെല്ലാം കർഷകർ അണിനിരന്നു.
പിന്നീട് വയലാർ വെടിവെപ്പിന് ശേഷം ഇടയ്ക്ക് പാർട്ടി അയാളെ പൂഞ്ഞാറിലേക്ക് നിയോഗിച്ചു. അവിടെ വെച്ചാണ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതും അതിക്രൂരമായി പീഡിപ്പിക്കുന്നതും മരിച്ചെന്ന് കരുതി കാട്ടിൽ ഉപേക്ഷിക്കാൻ പോയതും. അന്ന് അവിടെ നിന്നും തിരികെ വന്നതാണ്. പിന്നീട് 70-ലേറെ വർഷങ്ങൾ സമരതീഷ്ണമായ യൗവനം തന്നെയാണ് അടിപതറാതെ ഇന്നോളം അയാളെ നയിച്ചത്. CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ജന്മം നൽകിയ 32 സ്ഥാപക നേതാക്കന്മാരിൽ അവസാനത്തെ നേതാവും കളമൊഴിഞ്ഞ് കാലയവനികയിലേക്ക് നടന്നു മറയുമ്പോൾ മലയാള നാടിന് നഷ്ടം ശക്തനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ മാത്രമല്ല, പാർട്ടിക്ക് മുകളിൽ ജനങ്ങളെ പ്രതിഷ്ഠിച്ച ഒരു ജനനായകനെയും കൂടിയാണ്. വിപ്ലവാഭിവാദ്യങ്ങൾ കോമ്രേഡ് PS. നിങ്ങൾ പകർന്ന വിപ്ലവാഗ്നി ഒരിക്കലും അണയില്ല. കാരണം നിങ്ങൾ അന്നും ഇന്നും ഇനിയെന്നും ജീവിച്ചതും ജീവിക്കുന്നതും ഇവിടുത്തെ ജനഹൃദയങ്ങളിലാണ്. ഇല്ല ഇല്ല, മരിക്കുന്നില്ല, പ്രിയ സഖാവ് മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. പ്രിയ സഖാവിന്, സഖാവ് VS അച്യുതാനന്ദന് വിപ്ലവാഭിവാദ്യങ്ങൾ നേരുന്നു.